ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി മെത്തേഡ് പഠിപ്പിച്ചു തരാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയുവാണെങ്കിലും ആരുടെയും സഹായമില്ലാതെ തന്നെ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഈസി ആയിട്ട് അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഫൈൻഡ് ചെയ്യാനും അതിൽ എൻട്രി എടുക്കാനും ഷോർട്ട് ടൈമിലേക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും. ഈ ഒരു മെത്തേഡിൽ ഒരു പ്രോബ്ലം ഉള്ളത് എല്ലാ കണ്ട ചപ്പും ചവറും എല്ലാ സ്റ്റോക്കുകളും ഇതിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റോക്കുകളിൽ നിന്ന് നല്ല സ്റ്റോക്കുകൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകണം. അതായത് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ച് കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണമെന്നർത്ഥം. അങ്ങനെ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എൻട്രി എടുത്ത് നല്ല ലാഭം നേടാൻ പറ്റും. നല്ല കേട്ടുപരിചയമുള്ള സ്റ്റോക്കുകളും കമ്പനികളും ഒക്കെ നമുക്ക് ബൈങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്കറിയാം, സൂപ്പർ ട്രെൻഡ്, പോസിറ്റീവ് സൂപ്പർ ട്രെൻഡ്, അതായത് പച്ച സൂപ്പർ ട്രെൻഡ് എനേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് പിന്നെ മുകളിലേക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സൂപ്പർ ട്രെൻഡ് എനേബിൾ ആക്കിയ അവർക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. സെയിം മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് നല്ല സ്റ്റോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓർക്കുക, ഇതിൽ മോശം ഫണ്ടമെൻ്റലുള്ള സ്റ്റോക്കുകളും കയറി വരും. ആ സ്റ്റോക്കുകൾ നമ്മൾ ഒഴിവാക്കാൻ പഠിക്കണം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ സൂപ്പർ ട്രെൻഡ് ഇവിടെ എനേബിൾ ആക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഗൂഗിളിൽ പോയിട്ട് charting.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ തന്നെ ചാർട്ടിംഗ് ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ചാർട്ടിംഗ് ഓപ്പൺ ആക്കുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതിൽ ക്രിയേറ്റ് സ്കാൻ എന്ന ഓപ്ഷനിൽ പോവുക. സ്ക്രീനേഴ്സിന് തൊട്ട് താഴെയുള്ള ക്രിയേറ്റ് സ്കാൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ സാധനത്തിൻ്റെ പേരെന്താണിത്? ഫണൽ അല്ലേ? ഫണൽ. ഈ ഫണലിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് മുകളിലത്തെ ഓപ്ഷൻസൊക്കെ ഇത് പാസ്ഡ് ഓൾ ആണ്, ഇത് ക്യാഷ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ഈ ക്യാഷ് നമുക്ക് ക്ലിക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. ഫ്യൂച്ചേഴ്സ്, ഈ ഫ്യൂച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലുള്ള സ്റ്റോക്കുകൾ മാത്രം വരും. ഇൻഡീസസ്, അതായത് ഇന്ത്യൻ സ്റ്റോക്കുകൾ, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ നിഫ്റ്റി 100ലുള്ള സ്റ്റോക്കുകൾ മാത്രം വരും. നിഫ്റ്റി 200, നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി 500. ഇത് വാച്ച് ലിസ്റ്റാണ്. വാച്ച് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചാർട്ടിങ്ങിൽ കുറേ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് സേവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുലാസ് എനേബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം ലിസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ വാച്ച് ലിസ്റ്റിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ക്യാഷിലേക്ക് പോകണം. ക്യാഷിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് മാർക്കറ്റിലുള്ള മൊത്തം ഇക്വിറ്റീസും സ്കാൻ ചെയ്തിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇതിൽ ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ള സ്റ്റോക്കുകളും വരാം. ഫണലിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ സൂപ്പർ ട്രെൻഡ് എന്ന് അടിച്ചു കൊടുക്കുക. എസ് അടിച്ചോട്ട് പോയാൽ മതി. താഴെ സൂപ്പർ ട്രെൻഡ് ഉണ്ടല്ല, നേരിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ട്രെൻഡ് വന്നു. ഓക്കെ, സൂപ്പർ ട്രെൻഡ് വരുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഈ ലേറ്റസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ വരും. 5 മിനിറ്റ്, 10 മിനിറ്റ്, 1 മിനിറ്റ്, 20, അങ്ങനെ അവേഴ്സ്, ഡെയിലി, മന്ത്ലി, വീക്ക്ലി, എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം നമുക്ക് വേണ്ടത് ഡെയിലിയാണ്. ലേറ്റസ്റ്റ് ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇന്നത്തെ ദിവസം എനേബിൾ ആയിട്ടുള്ള ഡെയിലി ചാർട്ടിൽ എനേബിൾ ആയിട്ടുള്ള സൂപ്പർ ട്രെൻഡ്. ഇനി മന്ത്ലി ചാർട്ടിലാണ് വേണമെങ്കിൽ അവിടെ മന്ത്ലി കൊടുത്താൽ മതി. വീക്കിലി ആണ് വേണ്ടതെങ്കിൽ വീക്കിലി കൊടുത്താൽ മതി. ടൈം ബേസ്ഡ് 10 മിനിറ്റ്, 5 മിനിറ്റ്, ഇൻട്രാഡേക്കാർക്കൊക്കെ പറ്റുന്നതാണ്. 5 മിനിറ്റ്, 10 മിനിറ്റ് സൂപ്പർ ട്രെൻഡ് എനേബിൾ ആകുന്ന സ്റ്റോക്കുകൾ. ഓർക്കുക, ഈ ചാർട്ടിങ്ങിൻ്റെ പ്രീമിയം വേർഷനിലാണ് 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയുള്ള വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. പ്രീമിയത്തിന് വലിയ ഒരു ക്യാഷൊന്നുമില്ല, 750 രൂപയോ അങ്ങനെ സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രീമിയം വേർഷൻ എനേബിൾ ആക്കാം. ഞാൻ പ്രീമിയം എനേബിൾ ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 5 മിനിറ്റോ അതിൻ്റെ മുകളിലേക്കുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിത് ഇവിടെ ലേറ്റസ്റ്റ് ഡെയിലി മതി, അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാല്യൂസ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. സൂപ്പർ ട്രെൻഡിൽ പല വാല്യൂസ് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ചിലവർ 7.3 ആയിരിക്കും, ചിലവർ 10.2 ആയിരിക്കും, ചിലവർ 11.2 ആയിരിക്കും, ചിലവർ 11.3 ആയിരിക്കും. ഇങ്ങനെ പല വാല്യൂസും ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ബേസിക്കാണ്. 7.3 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാല്യൂ ആണ്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലോസ് കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പൺ, അല്ലെങ്കിൽ ഹൈ എന്തെങ്കിലും കൊടുക്കുക. ഹൈ കൊടുക്കാം. ഹൈ അല്ലെങ്കിൽ ക്ലോസ് എന്തെങ്കിലും കൊടുക്കുക.
അപ്പോൾ ഞാനിവിടെ ഹൈ ആണ് കൊടുത്തേക്കുന്നത്. നമുക്കത് മാറ്റി കൊടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ വീണ്ടും ലേറ്റസ്റ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇന്നത്തെ ഹൈ പോയ പ്രൈസ്, ആ പ്രൈസിനുള്ളിൽ എവിടെയെങ്കിലും സൂപ്പർ ട്രെൻഡ് എനേബിൾ ആയിട്ടുണ്ടോ, അതാണ് ഇതിൻ്റെ അർത്ഥം. കാരണം ഇവിടെ ഞാൻ ക്ലോസ് കൊടുക്കാത്തതിന് കാരണം ലേറ്റസ്റ്റ് ക്ലോസ്, ഡെയിലി ക്ലോസ്, ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ആയിട്ടില്ല, ലൈവ് മാർക്കറ്റാണ്. ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ ഒരു ക്ലോസ് വാല്യൂ നമുക്കവിടെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഹൈ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മാറ്റി കൊടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി റൺ സ്കാൻ കൊടുക്കുക. ഓക്കെ, റൺ സ്കാൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ വന്നു. കണ്ടോ, ഇവിടെ പല സ്റ്റോക്കുകൾ, ചില സ്റ്റോക്കുകളുടെ വോളിയം എന്ന് പറയുന്ന 1 ഉള്ളൂ, ചിലത് 30. ഇങ്ങനെ വളരെ വോളിയം കുറച്ച സ്റ്റോക്ക് വരുന്നത് നമുക്കൊരു ഹെഡേക്കാണ്. അല്ലെ, ഒരുപാട് 453 സ്റ്റോക്ക് ഫിൽറ്റർ ചെയ്ത് വന്നിട്ടുമുണ്ട്. ഇത് നമുക്കൊരു ഹെഡേക്കാണ്. അതുകൊണ്ട് നമ്മളവിടെ ഒരു വോളിയം ഫിൽറ്ററും കൂടെ ആഡ് ചെയ്യാണ്. വോളിയം വി കൊടുത്താൽ മതി, വോളിയം വരും. ലേറ്റസ്റ്റ് വോളിയം ആയിട്ട് ഡിഫാൾട്ട് വരുന്ന ഇന്നത്തെ വോളിയം. ഇവിടെ നമുക്ക് വോളിയം ഗ്രേറ്റർ ദാൻ കൊടുക്കാം. എത്രയാണ് വേണ്ടതെങ്കിൽ ആ വാല്യൂ ഇവിടെ അടിച്ചു കൊടുക്കാം. 1,00,000 കൊടുത്ത് നോക്കാം. 1,00,000 വോളിയം. ഇപ്പം അധികം സമയമായിട്ടില്ല, 11:50 ആയിട്ടുള്ളൂ. അപ്പം ഏർലി മോർണിംഗ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ വോളിയം കുറച്ച് കൊടുക്കുക. കാരണം അത്രയും വോളിയം ഒന്നും ചിലപ്പോൾ ട്രേഡ് ചെയ്യാൻ സമയമായിട്ടുണ്ടാവില്ല. ഞാൻ ഏകദേശം 1,00,000 കൊടുത്തു. എന്നിട്ട് നോക്കാം. നമുക്കിപ്പോൾ ഒരു 79ഓളം സ്റ്റോക്ക് കിട്ടി. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, ഈ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. അംബാനി ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വരുന്ന സ്റ്റോക്കുകളൊക്കെയാണത്. ഓക്കെ, ഇനിയും വോളിയം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ വോളിയം കൂട്ടി കൊടുക്കാം. വേറെ എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം, RSIയോ വല്ലതും ഉണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ക്യാഷ് മാറ്റിയിട്ട് നിഫ്റ്റി 500ലേക്ക് പോവാണ്. നിഫ്റ്റിയിലുള്ള 500 സ്റ്റോക്കിലുള്ള ആ സ്റ്റോക്ക് മതി എന്ന രീതിയിൽ അങ്ങോട്ട് പോവാണ്. അതാകുമ്പോൾ ഒരുമാതിരി വലിയ കമ്പനി ആയിരിക്കും. ഏകദേശം 44 സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും നമുക്ക് മാറ്റി കൊടുക്കാം. നിഫ്റ്റി 500 മാറ്റിയിട്ട് നിഫ്റ്റി 200 കൊടുത്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ വലിയ കമ്പനികളായിരിക്കും കിട്ടുക. 26 സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. വിപ്രോ എല്ലാം അതിലുണ്ട് കേട്ടോ. വിപ്രോ ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നിഫ്റ്റി 50യിലുള്ളതും നിഫ്റ്റി 100ലുള്ളതും നിഫ്റ്റി 200ലുള്ള സ്റ്റോക്കുകൾ വരും. ഇനി വേണമെങ്കിൽ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകൾ മാത്രം മതിയെങ്കിൽ നിഫ്റ്റി 50 കൊടുക്കാം. ഇതിൽ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകൾ മാത്രമേ വരുള്ളൂ. ഓക്കെ, നമുക്കൊരു 6 സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകളൊന്നും മോശമില്ല എന്നറിയാം. ഹീറോ മോട്ടോർ കോർപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് താന്ന് ഇരിക്കുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അപ്പോൾ നമുക്ക് ചാർട്ട് അതിൽ ക്ലിക്ക് ചെയ്തിങ്ങനെ, ഓക്കെ, അടിപൊളി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ട്രാക്ക് ചെയ്ത് വെച്ചാൽ കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് അതിലേക്ക് പോയി ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്തു. മാനുവലി സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ട്രാക്ക് ചെയ്ത് വെച്ചാണ്. കാരണം സപ്പോർട്ട് ലെവൽ കണ്ടോ, ഈ സംഭവം സപ്പോർട്ട് ലെവലിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം. 2650 കഴിഞ്ഞ ദിവസത്തെ ഹൈ. അത് ബ്രേക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. അത് ബ്രേക്ക് ചെയ്തു പോയാൽ അടിപൊളി ഒരു ബൈ ആണ് ഇതിൽ വരിക. ഓക്കെ, നമുക്കിത് ട്രാക്ക് ചെയ്യാം. സ്റ്റോക്കും സൂപ്പർ സ്റ്റോക്കാണ്. ഓക്കെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ സൂപ്പർ സ്റ്റോക്കാണ്. നമുക്കൊന്ന് നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണി, ഓക്കെ, ഇത് നമ്മൾ കണ്ടു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോയി കണ്ടോ. ഈ സ്റ്റോക്ക് സൂപ്പർ ട്രെൻഡ് എനേബിൾ ആയി എന്നൊക്കെയാണ്. എനേബിൾ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അത് കാരണം നമ്മൾ ഹൈ കൊടുത്തുകൊണ്ടാണ് സൂപ്പർ ട്രെൻഡ് ഇവിടെ എനേബിൾ ആകത്ത്. ലോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ട്രെൻഡ് എനേബിൾ ആയിട്ട് കാണും. നമുക്ക് കാണാൻ പറ്റും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഈ സൂപ്പർ ട്രെൻഡ് എനേബിൾ ആയി കഴിഞ്ഞാൽ എത്ര മടങ്ങാണ്. മടങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ, കുറേ % മുകളിലേക്ക് പോയിട്ടുണ്ട് സ്റ്റോക്ക്. അതുപോലെ തന്നെ പച്ച സൂപ്പർ ട്രെൻഡ്, ഇത് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ നോക്കുക, സ്റ്റോക്കിൻ്റെ വില കൂടി നിൽക്കുമ്പോഴാണോ സൂപ്പർ ട്രെൻഡ് എനേബിൾ ആകുന്നതെന്ന് നോക്കുക. ഇതിപ്പം അങ്ങ് കയ്യിൽ നിൽക്കുമ്പോഴല്ലേ എനേബിൾ ആയേ. ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാതിരിക്കാം. എനിക്ക് ഈ സപ്പോർട്ടിലുള്ള സ്റ്റോക്കുകൾ എടുക്കലാണ് കൂടുതൽ താല്പര്യം. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അപ്പിയർ ആയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ താഴ്ന്ന നമുക്ക് ഇതൊക്കെ ഒരു സപ്പോർട്ട് ലെവലാണ്. 1500 ലെവൽ സപ്പോർട്ടാണ്. ഇവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഇതിൽ എൻട്രി എടുക്കാം. സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ്. മാരുതി ഉണ്ട്. മാരുതി ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6609 ഇപ്പോഴത്തെ പ്രൈസ്. 6350 സപ്പോർട്ട്. ഇനി വരാനുള്ള സപ്പോർട്ട് 6350. അപ്പോൾ ആ ലെവലിലേക്ക് വരട്ടെ. എന്നിട്ട് വേണമെങ്കിൽ മാരുതി നമുക്ക് എടുക്കാവുന്നതാണ്. NTPC വളരെ താഴെ. ഓക്കെ, NTPC നിങ്ങൾക്ക് കാണാൻ പറ്റും. സപ്പോർട്ട് ലെവലിൽ 130 ആണ് സപ്പോർട്ട്. ഓക്കെ, അത് 130ൽ എത്തിയിട്ട് ഒരു ബുള്ളിഷ് കാണിക്കുന്നുണ്ട്. NTPCയിൽ വേണമെങ്കിൽ ഒരു എൻട്രി ഇപ്പോൾ എടുക്കാവുന്നതാണ്.
ഓക്കെ, ഇത് ഇത്ര ഒരു ഗ്യാപ്പ് വന്നത് അത് ബോണസ് ഇഷ്യൂ ചെയ്തായിരുന്നു NTPC, അതുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് വന്നത്. സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് ഇത്ര വന്നതുകൊണ്ടും ബോണസ് ഇഷ്യൂ ചെയ്തുകൊണ്ടും ഇപ്പോൾ എൻ്റർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, നോ പ്രോബ്ലം. എന്തായാലും പ്രൈസ് നന്നായിട്ട് കുറഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ക്രീനർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു മാറ്റം കൊടുത്ത് നോക്കാം. ഹൈ കൊടുത്തപ്പോൾ ആണല്ലോ നമുക്ക് സൂപ്പർ ടെൻറ്റ് കാണാതെ പോയി. ലോ കൊടുത്ത് നോക്കാം. ലോ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ലോ കൊടുക്കുമ്പോൾ കുറച്ച് സ്റ്റോക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസ് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഇൻഫോസിസ് സൂപ്പറാണ്. ഇപ്പം നല്ല വില കുറഞ്ഞിരിക്കുകയാണ്. നല്ല വില കുറവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറഞ്ഞ് ഇരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും റെഡിഷ് സൂപ്പർ ട്രെൻഡ്, റെഡ്, അതായത് മുകളിൽ സെൽ സിഗ്നലിനുള്ള ഈ സൂപ്പർ ട്രെൻഡാണ്. അത് കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി ഇവിടെ പച്ച സൂപ്പർ ട്രെൻഡ് എനേബിളായി കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഇതിൻ്റെ വില നോക്കുമ്പോൾ കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഇൻഫോസിസ് ആണ്, അതങ്ങനെ എപ്പോഴും ഒന്നും കുറയില്ല. പക്ഷേ വല്ലപ്പോഴൊക്കെ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് എൻട്രി ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഒരു എൻട്രി കുഴപ്പമില്ല, എന്നാലും ഒരു ഷോർട്ട് ടൈമിലേക്ക് വേണമെങ്കിൽ എടുക്കാം, അത്രയേ ഉള്ളൂ. കാരണം ഇൻഫോസിസ് ആണ്, എപ്പോഴും ഒന്നും കുറഞ്ഞ് കിട്ടില്ല. വർഷത്തിൽ തന്നെ ഒരുപാട് വട്ടമൊന്നും നമുക്ക് കുറഞ്ഞ് കിട്ടില്ല. ഓക്കെ, 10,000 അവിടെ ഞാൻ വേറെ ഒരു സ്ക്രീനിൽ എടുത്താണ്. ഇവിടെ ഇപ്പോൾ RSI കൊടുക്കുക, RSI എൻ്റർ കൊടുക്കുക, ഗ്രേറ്റർ ദാൻ നമ്പർ വാല്യൂ കൊടുക്കുക. ചിലവർ ഈ RSI 50 മുകളിലുള്ളത് സൂപ്പറാണെന്ന് പറയാണ്ട്. റിസർവ്സ് വേണ്ട, നമുക്ക് നമ്പർ വാല്യൂ ആണ്. റിസർവ്സ് പോകില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയില്ലെങ്കിൽ ഈ ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക, മുകളിൽ ഓക്കെ കൊടുക്കുക, അത് പോവും. വീണ്ടും ഇവിടെ RSI കൊടുക്കുക. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഓക്കെ, ഏത് വേണേലും കൊടുക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50ക്ക് മുകളിലുള്ള, ഇവിടെ 50 ഉണ്ട്, അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50 ഓർ 60 ഓർ 70 എങ്ങനെ വേണേലും മാറ്റാൻ പറ്റും. ചിലവർ 60 ആണ് കൊടുക്കുക. 60ക്ക് മുകളിൽ RSI വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് നന്നായിട്ട് പോകും, എന്നാൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരിതാണ്. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് 2 സ്റ്റോക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ നോക്കിയതാണ്, ഫണ്ടമെൻ്റൽസ് ചെക്ക് ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് ഈ സ്റ്റോക്കിനെ പറ്റി അത്ര ഒരു ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ക്രീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ RSI ഓർക്കുക, RSI കുറച്ച് കയറി നിൽക്കുന്നു. സൂപ്പർ ട്രെൻഡ് പോസിറ്റീവ് എനേബിൾ ആകല്, ഈ രണ്ടും ചിലപ്പോൾ ഒരുമിച്ച് സംഭവിച്ചില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ, അപ്പോൾ ഇത് എല്ലാം ഒരുമിച്ച് സംഭവിച്ച സ്റ്റോക്കേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് സംഭവിച്ചില്ല എന്ന് വരും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്ത് കളയാം, ഫിൽറ്റർ. ഇപ്പോൾ സൂപ്പർ ട്രെൻഡ് നോക്കുന്നതുകൊണ്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് RSI റിമൂവ് ചെയ്ത് കളയാം. RSIക്കും ഇതേപോലെ തന്നെ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ വിശദമാക്കി തരാം. അതിന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഒരു വീഡിയോയിൽ വിശദമാക്കി തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഇനി ഡൗട്ടുള്ള സ്റ്റോക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ, എല്ലാ ദിവസവും ഞാൻ ആൻസർ കൊടുക്കാറുണ്ട്. ചില ദിവസം നെറ്റൊന്നും ഇല്ലാതിരിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ഞാൻ ആൻസർ തരാം. ആ സ്റ്റോക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാം. പിന്നെ ഫണ്ടമെൻ്റലിൻ്റെ മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പല സ്റ്റോക്കുകളും ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തിട്ട് വീഡിയോയിൽ പറയാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കിയാൽ മതി. ഒരുപാട് അങ്ങ് ഡീപ്പിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. കച്ചവടം കൂടുന്നുണ്ടോ, സ്റ്റോക്കിന് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ, കമ്പനി വളരുന്നുണ്ടോ, ഈ കച്ചവടവും പ്രോഫിറ്റും ഒക്കെ കൺസിസ്റ്റൻ്റായിട്ട് കൂടി കഴിഞ്ഞാൽ കമ്പനി വളരുള്ളൂ. കടം എങ്ങനെയുണ്ട്, കടമുണ്ടോ ഇല്ലയോ, കടം കുറയ്ക്കുന്നുണ്ടോ, ടാക്സൊക്കെ കറക്റ്റ് പേ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്തായാലും ഉണ്ട്, ഒരു ഹോൾഡിംഗ് കുറയ്ക്കുന്നുണ്ടോ, കൂട്ടുന്നുണ്ടോ, പ്ലഡ്ജ് ചെയ്യുവാണോ, ഓക്കെ, വേറെ ഇൻസൈഡർ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ടോ, അതിൽ സ്റ്റോക്ക് വിൽക്കുന്നുണ്ടോ വാങ്ങുന്നുണ്ടോ ഇൻസൈഡേഴ്സ്. അപ്പോൾ അത് നോക്കുക. ഡെലിവറബിൾസ് നോക്കുക. മാർക്കറ്റ് മോജോ എന്ന ആപ്ലിക്കേഷനിലൊക്കെ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയല്ലോ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.